എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുറുകുമ്പോൾ സർക്കാരിന്റെ ഉയർന്ന തലങ്ങളെ പോലും വിറപ്പിക്കുന്ന നീക്കങ്ങളുമായിട്ടാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ കരുനീക്കങ്ങൾ നടക്കുന്നത്. മാസപ്പടി വിവാദത്തിലും ഹവാല ഇടപാടുകളിലും കുടുങ്ങി നിൽക്കുന്ന വീണ വിജയനെ പൂട്ടിയിടാൻ തന്നെയാണ് ഇത്തവണത്തെ നീക്കം. നിയമത്തിന് വഴിക്ക് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രഖ്യാപനം വെറുമൊരു മുന്നറിയിപ്പായിട്ട് കാണേണ്ടതില്ല. മറിച്ച് വീണയെ പൂർണ്ണമായിട്ടും പൂട്ടിക്കെട്ടി പുറത്താക്കാനുള്ള കൃത്യമായ വരച്ച വരയാണ്. ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തല വീണയുടെ ഭാഗത്തു നിന്നുണ്ടായ ഹവാല ഇടപാടുകൾ സംബന്ധിച്ച് കടുത്ത സൂചനകൾ തന്നെ നൽകിയിരിക്കുകയാണ്. വീണ വിജയനെതിരെയുള്ള ED അന്വേഷണത്തിലെ ഓരോ ഭാഗവും ആവേശവും ആകാംക്ഷയും നിറഞ്ഞ നാൾ വഴികളിലൂടെ കടന്നു പോവുകയാണ്. ആദ്യഘട്ടത്തിൽ CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും യാതൊരു സേവനവും നൽകാതെ മാസപ്പടിയായിട്ട് കോടികൾ കൈപ്പറ്റിയെന്ന ആരോപണത്തോടെയാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. എന്നാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഈ ശൃംഖല അവിടം കൊണ്ടും തീർന്നില്ല എന്നതായിരുന്നു സത്യം. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളും കൂടുതൽ ക്രമക്കേടുകളുമാണ് പുറത്തേക്ക് ഒഴുകിയെത്തിയത്. കോടികളുടെ അനധികൃത പണമിടപാടും വ്യാജരേഖ ചമയ്ക്കലും വരെ നീളുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ED അന്വേഷണത്തിൽ പുറത്തേക്ക് വരികയാണ്. ഇതിലേറ്റവും ദുരൂഹവും ഗൗരവമേറിയതുമായിട്ടുള്ള സംഭവം ഇപ്പോൾ പുറത്തുവരുന്ന വ്യാജ സിം കാർഡ് കേസ് തന്നെയാണ്. ഒരു ഉന്നത രാഷ്ട്രീയ കുടുംബത്തിലെ അംഗം എന്തിനാണ് മറ്റൊരാളുടെ പേരിൽ എടുത്ത സിം കാർഡ് ഉപയോഗിച്ചത് എന്ന ചോദ്യത്തിന് ED വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണത്തിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ മാനേജറായ നന്ദുലാൽ എന്ന ആളുടെ പേരിലാണ് ഈ വ്യാജ സിം കാർഡ് എടുത്തത്. PA മുഹമ്മദ് റിയാസ് മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു നന്ദുലാൽ ഈ പദവിയിൽ ഇരുന്നത് എന്നതും ദുരൂഹത കൂട്ടുകയാണ്. 2024 മുതൽ വീണ വിജയൻ ഈ സിം കാർഡ് ഉപയോഗിച്ച് വരികയായിരുന്നു. വീണയും റിയാസും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് താൻ സ്വന്തം പേരിൽ ഈ സിം കാർഡ് എടുത്തു നൽകിയതെന്ന് നന്ദുലാൽ EDക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുമുണ്ട്. എന്താവശ്യത്തിനാണ് ഈ സിം കാർഡ് ഉപയോഗിച്ചത് എന്ന് തനിക്കറിയില്ല എന്നും നന്ദുലാൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. സാധാരണ സെല്ലുലാർ കോളുകൾക്ക് പകരം ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ വ്യാജ സിം കാർഡ് ഉപയോഗിച്ചത് എന്ന് ED കണ്ടെത്തിയിരുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള അനധികൃത ഹവാല പണമിടപാടുകൾ ഉറപ്പിക്കുവാനും സാമ്പത്തിക കൈമാറ്റങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമായിട്ട് കൈമാറാനുമാണ് ഈ ഇന്റർനെറ്റ് കോളുകൾ ഉപയോഗിച്ചത് എന്ന് ED ഉറപ്പിച്ചു പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും നിയമ സംവിധാനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ഈ വലിയ നീക്കം ഇപ്പോൾ EDക്ക് മുന്നിൽ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതേസമയം വീണ വിജയൻ മാത്രമല്ല മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. CMRൽ നിന്നും വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണം പിന്നീട് റിയാസിന്റെ അക്കൗണ്ട് വഴി മറ്റു പലരുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെട്ടു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ EDയുടെ നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്. എന്നാൽ തനിക്കെതിരെ വന്ന വാർത്തകൾ പച്ചക്കള്ളമാണെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിയാസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അന്വേഷണ ഏജൻസികളുടെ കൈവശമുള്ള രേഖകൾ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ആഴ്ച വീണ വിജയനെ ED വീണ്ടും നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യുവാൻ വിളിച്ചു വരുത്തും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇത്തവണ നന്ദുലാലിന്റെ മൊഴിയും വ്യാജ സിം കാർഡ് ഉപയോഗിച്ചുള്ള ഇന്റർനെറ്റ് കോളുകളുടെ വിവരങ്ങളും മുന്നിൽ വെച്ചായിരിക്കും EDയുടെ പൂട്ട് വീഴുക. മറ്റൊരു വശത്താകട്ടെ ലഹരി വ്യാപനത്തിനെതിരെ ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് രമേശ് ചെന്നിത്തല വീണയുടെ കേസ് പറയുന്നത് കൂടി ഓർമ്മപ്പെടുത്തി. തൂഫാൻ എന്ന പേരിൽ നടക്കുന്ന നർക്കോ ഹണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ വേട്ടയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. DYFI നേതാക്കൾ ലഹരിയുമായി പിടിയിലായതിൽ രാഷ്ട്രീയമില്ല എന്നും DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും ഒരുതരം ദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്നും ചെന്നിത്തല കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒരു തലമുറയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണിത്. ഒന്നല്ല ഒരുപിടി അഴിമതികളും ക്രമക്കേടുകളുമാണ് ഇപ്പോൾ കേരളത്തെ വിറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ഹവാല ഇടപാടുകളും മാഫിയ ബന്ധങ്ങളും വ്യാജരേഖകളും ചേർന്ന് സൃഷ്ടിച്ച ഈ വലിയ സാമ്രാജ്യം ഇപ്പോൾ ഓരോന്നോരോന്നായി തകർന്നു വീഴുകയാണ്. ചെന്നിത്തലയുടെ കടുത്ത നിലപാടുകളും EDയുടെ അന്വേഷണവും ഒന്നിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തിനും CPMനും വരും ദിവസങ്ങളിൽ മറുപടി പറയുക അത്ര എളുപ്പമാകില്ല. അടുത്ത ആഴ്ച നൽകുന്ന ED നോട്ടീസോടെ വീണ വിജയന് മേൽ വീഴാൻ പോകുന്ന ആ പൂട്ട് പ്രതിപക്ഷത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാം തവണയും വീണയെ ED ചോദ്യം ചെയ്യുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കാണാം. യുമായി ബന്ധപ്പെട്ട് ED കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മൂന്നാം തവണ ചോദ്യം ചെയ്യുന്നു പറയുന്നുണ്ട്. EDയുടെ റിലീസിൽ തന്നെ പറയുന്നത് തുടർ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഉൾപ്പെടെയാണ് ഈ കണ്ടെത്തിയതായി ഞാൻ പറഞ്ഞല്ലോ, നിയമത്തിന്റെ വഴിക്ക് പോകും. സംസ്ഥാന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുന്നു? ഇതുവരെ നമ്മുടെ മുമ്പിൽ ഇത് വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി കാണുന്നു വീർഭൂമിയിലേക്ക്
ഇപ്പൊ പോകുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? എന്നെ ഞാനാക്കി മാറ്റിയ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നേതാവാണ് രാജീവ് ഗാന്ധി. അദ്ദേഹത്തിന്റെ 82ാം ജന്മദിനമാണ്. അതിന് ഈ സൗത്ത് ഇന്ത്യൻ പ്രിയങ്ക ഗാന്ധിയുടെ വിസിറ്റ് ഉള്ളതോ എന്തെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ കാണുന്നുണ്ടോ അത് കണ്ടിട്ട് പറയും. ഈ സൗത്ത് ഇന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കില്ല, അതിൽ ലഹരി വിഷയം ചർച്ചയാവോ? എന്താണ്? തീർച്ചയായിട്ടും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്.